ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി. ആകെ ഒരു എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. 24 hours later. മനാഫിന് യൂട്യൂബ് ചാനലിൽ നിന്നും അവാർഡ്. എല്ലാം അളിയൻ്റെ ഒരു ഐശ്വര്യം. 1,00,000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കിയാൽ യൂട്യൂബിൽ നിന്നും സിൽവർ പ്ലേ ബട്ടൺ അവാർഡ് ലഭിക്കും. ഇപ്പോൾ ആ അവാർഡിന് അർഹനായിരിക്കുകയാണ് മനാഫ്. അർജുൻ്റെ കുടുംബവും അളിയനും ഇത്ര വലിയ വിവാദമാക്കിയിട്ടില്ലെങ്കിൽ ആ ചാനൽ ഒരു കുഞ്ഞു പോലും അറിയില്ലായിരുന്നു. ഞാൻ അടക്കമുള്ള പലരും അറിഞ്ഞത് ഇന്നലെയായിരുന്നു. അങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ളത് പോലും. ആ ചാനലിൽ വലിയ പബ്ലിസിറ്റി ഒന്നും മനാഫ് നൽകിയിട്ടുമില്ല. ഇന്നലെ ആ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വെറും 10 ആയിരുന്നു. ഇന്ന് 2,00,000 മുകളിലാണ്. എല്ലാം ഒറ്റ ദിവസം കൊണ്ടാണ്. അർജുൻ്റെ കുടുംബം പറയുന്നത് മനാഫ് അർജുൻ്റെ പേരുപയോഗിച്ച് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി പണം സമ്പാദിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്നലെ വരെ ആ ചാനലിലെ വീഡിയോസുകൾ കണ്ടാലറിയാം, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായി മനാഫ് ഷെയർ ചെയ്യുകയായിരുന്നു. അതിൽ പ്രമോഷനും മറ്റു മാർക്കറ്റിംഗ് രീതികളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി, അത് മാത്രമായിരുന്നു മനാഫിന് യൂട്യൂബ് ചാനൽ. അല്ലാതെ കച്ചവടമൊക്കെ മതിയാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങി വ്ളോഗും ചെയ്ത് നടക്കുമോ മനാഫ്? ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. മനാഫ് ആ ചാനലിന് വലിയ പബ്ലിസിറ്റി നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വലിയ വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഉണ്ടായിരുന്നില്ല ഇന്നലെ വരെ. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ആ ചാനലിൻ്റെ തലവര തന്നെ അങ്ങ് മാറി. അർജുൻ്റെ പേരുപയോഗിച്ച് ചാനൽ ക്ലിക്കാകാൻ ആണെങ്കിൽ വാർത്തകൾ വളച്ചൊടിച്ച് ഹെഡിങ് നൽകാമായിരുന്നു. അങ്ങനെ പല യൂട്യൂബ് തന്ത്രങ്ങളും അദ്ദേഹത്തിനെ ഉപയോഗിക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാനലിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. ആ വീഡിയോസിനൊന്നും വലിയ ക്വാളിറ്റിയും ഒന്നുമില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതായത് ദിവസങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മാർഗമായിരുന്നു മനാഫിന് യൂട്യൂബ് ചാനൽ വഴി വീഡിയോസ് ഇടുക എന്നുള്ളത്. അത് നമുക്ക് വ്യക്തവുമാണ്. ഇന്നലെ വരെ അതിൽ നിന്ന് വലിയ വരുമാനമൊന്നും മനാഫിന് ലഭിച്ചിട്ടുമില്ല എന്നും വ്യക്തമാണ്. ഇനി അങ്ങോട്ട് ഒരുപക്ഷെ നല്ലൊരു വരുമാനം മനാഫിന് ലഭിക്കുമായിരിക്കും. അതിനും കാരണം അർജുൻ്റെ കുടുംബവും അളിയൻ്റെ ഐശ്വര്യമാണല്ലോ. കഴിയുമെങ്കിൽ മനാഫ് ചാനലിൽ കവർ ഫോട്ടോ ആയി അളിയനാണ് ഈ ചാനൽ ഐശ്വര്യമെന്ന് എഴുതി വയ്ക്കണം. എന്തായാലും അളിയൻ വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഈ വിവാദങ്ങൾക്കിടയിലും മനാഫിന് കിട്ടുന്ന ഓരോ സബ്സ്ക്രൈബും മനാഫിനോടുള്ള സ്നേഹമാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾ ചാനൽ വഴി ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.